ഹായ് ഓൾ, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്യുന്നൊരു എക്സാമാണ് SSC CGL. അപ്പോൾ പലവർക്കും ഒരു സംശയമുണ്ട്. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു ഏകദേശം ഒക്ടോബർ മാസത്തോടൊക്കെ കൂടെ തന്നെ ടയർ 1 എക്സാം ഉണ്ടാകും. ദെൻ ഡിസംബറോട് കൂടി ടയർ 2ൻ്റെ എക്സാം ഉണ്ടാകും. അപ്പോൾ ഇനിയും കുറച്ച് സമയം നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പല ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയമാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത്. നമുക്കറിയാം 2 ഘട്ടങ്ങളായിട്ടാണ് SSC CGLൻ്റെ എക്സാം നടക്കുന്നത്. അതായത് ഫസ്റ്റ് ഫേസ് ഏകദേശം ഒക്ടോബർ മുതൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഡിസംബർ മാസത്തോടു കൂടിയൊക്കെ തന്നെ CPT 2 എക്സാമും ഉണ്ടാവും. അപ്പോൾ 2 എക്സാം എടുത്തു കഴിഞ്ഞാൽ ടയർ 1 ആണെങ്കിലും ടയർ 2 ആണെങ്കിലും ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, QA, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. ഈ 4 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൻ്റെ വെയിറ്റേജും ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ 4 ടയർ 2 വരുമ്പോഴും ഈ 4 ടോപ്പിക്കുകൾ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, QA, ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും വെയിറ്റേജും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിക്കും കുറച്ച് വ്യത്യാസം വരും. അതായത് ഇത് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. പിന്നെ ഇത് കുറച്ചും കൂടെ ടയർ 2ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ബേസൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലും കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ പാറ്റേൺ ഉണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ജനറൽ അവയർനെസ് ഒക്കെ വരുമ്പോൾ അവിടെ നിന്ന്, അതായത് നമ്മുടെ PSC പോലെ വലിയ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊന്നും ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്, അവിടെ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മുടെ QAയും അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ടത് മാക്സിമം സ്പീഡാണ്. അത് അവർ ചോദിക്കുന്ന, അതായത് സാധാരണ CGL എക്സാമുകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ലെവലിലേക്ക് എത്തണം. അപ്പോൾ സ്പീഡും വേണം. പിന്നെ അതേപോലെ തന്നെ പോയ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഈ ജനറൽ അവയർനെസ് കുറച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ CGL ഡിഫിക്കൽട്ടായിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റ് ജനറൽ അവയർനെസ് ആണ്. അപ്പോൾ നമ്മൾ അത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ ചോദിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ആ ഒരു ഏരിയാസൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതല്ല അതൊരു വലിയ റാങ്ക് ഫെയിലോ വലിയ സിലബസ് ഫുള്ളോ നമുക്ക് ഇനിയും പഠിച്ചു കഴിയാനായിട്ടുള്ള ഒരു സമയമില്ല. പിന്നെ CPT 1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ CPT 2ലേക്ക് പോകുമ്പോൾ ആ CPT 1 ക്ലിയർ ചെയ്ത ആ സിലബസ് കുറച്ചും കൂടി ഡെപ്തായിട്ട് നമ്മൾ CPT 2 പഠിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ഈ ഒരു വലിയ സിലബസ് മൊത്തം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഒന്ന് ബേസിക് സിലബസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ജനറൽ അവയർനെസ് ആണെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്, അതിനെപ്പറ്റി ഒരു അറിവുണ്ടാവണം. അതുപോലെ മാത്സ് എന്ന് വെച്ചാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടുക. പിന്നെയോ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ, അതല്ലാതെ ഈ പരീക്ഷ എഴുതിയവരാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരാവാം, ഈ പരീക്ഷയെപ്പറ്റി നല്ലൊരു അറിവുള്ളവരാകാം, നല്ലൊരു മെൻറ്റർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡൗട്ട് ചോദിക്കാനായിട്ട്. കാരണം കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നമ്മൾ ഈ പരീക്ഷയ്ക്കായിട്ട് തയ്യാറാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എറേഴ്സ് എന്തൊക്കെയാണ്, നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, നമ്മൾ എവിടേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. അതായത് റാങ്ക് ഫെയിലോ ഈ ബുക്കുകളോ മെറ്റീരിയൽസ് ഇത്രയും കാര്യങ്ങളും വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനും ഞാൻ ഇന്ന കാര്യങ്ങൾ ഇന്ന ദിവസം പഠിച്ചു വെക്കും എന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കും ഈ പരീക്ഷയ്ക്കായിട്ട് തയ്യാറാകാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ നല്ലൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ADDA247 മലയാളവും ഇതിൻ്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നേരെ ഗൂഗിളിൽ ADDA247 മലയാളം എന്ന് കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോൾ ഇവിടെ കുറച്ച് പ്രോഡക്റ്റ് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ബേസ് ഇല്ലാത്തവരാണെങ്കിൽ MTS CHSL CGL ഫൗണ്ടേഷൻ ബാച്ച് എടുക്കാം. അതല്ല CGL അത്യാവശ്യം മാത്സ് ഒക്കെ അറിയാവുന്നവർക്കായിട്ട് നമ്മുടെ ഒരു CGLൻ്റെ ബാച്ചും അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് മന്തിൻ്റെ സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മുടെ പ്രൈസും കുറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഡബിൾ വാലിഡിറ്റിയുമാണ്. അതായത് ഇന്ന് കോഴ്സ് പർച്ചേസ് ചെയ്ത്
കഴിഞ്ഞാൽ 2 വർഷം നമ്മളത്തേക്ക് ഈ കോഴ്സ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ കാണും. അതായത് ഇത് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് 808 ടെസ്റ്റ് സീരീസും 993 ഇ ബുക്കുകളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുമെന്ന്. അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് നിങ്ങൾ ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. അവിടെ നിങ്ങൾ Y362 Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ മന്ത് എൻഡ് ഓഫർ ആയതുകൊണ്ടാണ് ഈ പ്രൈസ് കുറഞ്ഞിരിക്കുന്നത്. 1952 രൂപയാണ്. ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും കൊടുക്കുക. ദെൻ പേയ്മെൻറ്റ് കൊടുത്ത് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിൽ മൈ കോണ്ടൻറ്റിൽ നമ്മുടെ പർച്ചേസ്ഡ് കോഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് കോഴ്സ് അങ്ങനെ ആക്സസ് ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽ എല്ലാം തന്നെ കിട്ടുന്നതാണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അല്ലാത്തവർ നല്ല രീതിയിൽ തന്നെ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കോണ്ടൻറ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക. താങ്ക് യു.